ഹയർ പർച്ചേസ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഹയറർ അല്ലെങ്കിൽ ഹയർ പർച്ചേസർ ആയിരുന്നു നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇൻ ദ ബുക്സ് ഓഫ് വെൻഡർ എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻസ് ഉള്ളത്, അതെങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് വെൻഡർ അതിൻ്റെ കുറച്ച് ജേർണൽ എൻട്രീസ് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇല്ലസ്ട്രേഷൻ നോക്കാം. ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ നോക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നത് നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് വെൻഡർ ഇല്ലസ്ട്രേഷൻ നമ്പർ 15. Amit purchased a machine on hire purchase system from X Limited on 1/1/2016. The cash price is rupees 40,000. Down payment made is rupees 10,000. Balance amount is paid in 3 annual installments together with interest at the rate of 10% per annum. Give entries in the books of X Limited. നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനൊരു എൻട്രി ചെയ്തിരുന്നെങ്കിൽ അമിത് അല്ലെങ്കിൽ ഇവിടുത്തെ ഹയർ പർച്ചേസറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻ ദ ബുക്സ് ഓഫ് വെൻഡർ, അതായത് എക്സ് ലിമിറ്റഡിൻ്റെതാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ, ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നടത്താം. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ജേർണൽ എൻട്രീസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്യാഷ് പ്രൈസ്. 40,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാഷ് പ്രൈസ് തന്നിട്ടുള്ളത്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് തന്നെ നിങ്ങളോട് ജേർണൽ എൻട്രീസ് ആണ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഫിഗറും തന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് തന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ജേർണലൈസിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് നോർമലി എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആണ് അല്ലെങ്കിൽ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ട് എന്നും അതിൻ്റെ ഫിഗേഴ്സ് എത്രയാണെന്ന് നോർമലി തരും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചേ, ബാലൻസസ് പെയ്ഡ് ഇൻ 3 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നതല്ലാതെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണ് എന്ന് തന്നിട്ടില്ല. ഇൻട്രസ്റ്റിൻ്റെ പേഴ്സൻറ്റേജും തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്യാഷ് പ്രൈസിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ഈ 30,000ൻ്റെ മുകളിൽ ആണല്ലോ നമ്മൾ നോർമലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് 10% which is equal to 3,000 rupees നമ്മൾ കണ്ടുപിടിച്ചു. ആസ് യൂഷ്വൽ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതിൽ നിന്നും എന്ത് ചെയ്യണം, ഈ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് 30,000 നിന്നും 10,000 ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ചെയ്തിട്ട് ഉള്ള ഫിഗർ 20,000. ആ ഫിഗറിൻ്റെ മുകളിൽ 10% അഗെയിൻ കണ്ടു. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് അതാണ് 2,000 rupees. എഗെയിൻ മൂന്നാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 10,000 എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നതാണ് അത്. അപ്പോൾ അത് മൈനസ് ചെയ്യുന്നത് വഴി 10,000 കിട്ടി. ആ 10,000ൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചെയ്തിട്ട് 1,000 rupees. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുവഴി നമ്മൾ എന്ത് ചെയ്തു, ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു അല്ലേ. നമ്മളോട് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് 10,000 എടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ എക്സാക്ട്ലി നമുക്ക് എത്രയാണ് ഓരോ വർഷത്തെയും ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് നമുക്ക് അറിയില്ല. ഈ പ്രൊപ്പോർഷനിൽ 3:2:1 എന്നുള്ള പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 10,000ൻ്റെ കൂടെ 3,000 കൂട്ടി 13,000 രൂപയാണ് ആദ്യത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. സെക്കൻഡ് ഇയറിലുള്ള ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ 2,000 കൂട്ടി 12,000 ആണ് സെക്കൻഡ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ്. അതുപോലെ തന്നെ തേർഡ് ഇയറിൽ 11,000, 10 + 1 11. അങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഇൻസ്റ്റാൾമെൻറ്റും കിട്ടി, ഇൻട്രസ്റ്റും കിട്ടി. ഇനി നമുക്ക് ജേർണലൈസിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. എക്സ് ലിമിറ്റഡ് എന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഫസ്റ്റ് ജേർണൽ എൻട്രി എങ്ങനെയായിരിക്കും, വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ്. ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ് അക്കൗണ്ട് ആണ്. വിത്ത് ക്യാഷ് പ്രൈസ് വി ഹാവ് ടു ഡെബിറ്റ് ദാറ്റ് ഫിഗർ. അപ്പോൾ ഹയർ പർച്ചേസർ ആരാണ് ഇവിടെ, അമിത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അമിത് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ്. മെഷീന് പകരം നമ്മൾ എന്ത് ചെയ്തു, ആ സംഭവം നമ്മൾ സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അമിത് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ് 40,000 ആണ് നമ്മൾ ക്യാഷ് പ്രൈസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബീയിങ് ദി ഗുഡ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ്. സെക്കൻഡ് എൻട്രി ആയിട്ട് വരുന്നത് വെൻ ഡൗൺ പേയ്മെൻറ്റ് ഇസ് റിസീവ്ഡ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. അതാണ് നമ്മുടെ അടുത്ത എൻട്രി വരുന്നത്. വെൻ ഡൗൺ പേയ്മെൻറ്റ് ഇസ് റിസീവ്ഡ് എന്നാകുമ്പോൾ പൈസ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഡെബിറ്റ് ദാറ്റ് ഫിഗർ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അമിതാണ് നമുക്ക് പൈസ തരുന്നത് അല്ലേ. അപ്പോൾ ടു 10,000 ഡൗൺ പേയ്മെൻറ്റ്. ഈ ഫിഗർ ഡേറ്റ് ശ്രദ്ധിക്കണേ, 1/1/2016 ആണ്. അടുത്തതായിട്ട് എന്താണ്, ഈ 2 ജേർണൽ എൻട്രീസ് ആണ് ഫസ്റ്റ് തന്നെ ഉണ്ടാവുക അല്ലേ. പിന്നീടുള്ള എൻട്രീസ് എങ്ങനെയായിരിക്കും വരിക, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ഉണ്ടാവാം, ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്നത് ഉണ്ടാവാം. അപ്പോൾ ഈ 2 എൻട്രീസും എവിടെയാണ് വരിക, വർഷത്തിൻ്റെ അവസാനമാണ് വരിക. അപ്പോൾ 31/12/2016 എന്ന് പറഞ്ഞിട്ട് വേണം അടുത്ത ജേർണൽ എൻട്രി എഴുതാൻ.
ഫോർ ദ ഇൻട്രസ്റ്റ് ഡ്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇവിടുത്തെ എൻട്രി ശ്രദ്ധിച്ച്, ഇൻട്രസ്റ്റ് എന്നുള്ളത് ഈ ഹയർ നമ്മുടെ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വെൻഡറിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ടാണ് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിന് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. സോ എൻട്രി വിൽ ബി അമിത് അക്കൗണ്ട്. അമിത്തിൽ നിന്നാണ് കിട്ടുന്നത്, അമിത്തിലാണ് ഡ്യൂ ഉള്ളത്. അമിത് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3000 രൂപ ആദ്യത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവർ പൈസ തരുന്ന സമയത്ത് 31/12/2016 അടുത്ത എൻട്രി എന്താണ്, ഫോർ ദ റെസിപ്റ്റ് ഓഫ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് മൊത്തം കിട്ടുന്ന സമയത്ത് എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അമിത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മാറിപ്പോരുത്. അമിത്തിൻ്റെ എക്സ് ലിമിറ്റഡിൻ്റെ പേര് മാറിപ്പോരുത്. എക്സ് ലിമിറ്റഡിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അമിത്തിൻ്റെ പേര് മാത്രമേ വരുള്ളൂ. ഒരു കാരണവശാലും എക്സ് ലിമിറ്റഡിൻ്റെ പേര് എക്സ് ലിമിറ്റഡിൻ്റെ ബുക്സിൽ തന്നെ വരില്ലല്ലോ. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അമിത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഫിഗർ, നമ്മുടെ ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫിഗർ 13,000 അങ്ങനെ എഴുതും. അടുത്ത ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ഫോർ ട്രാൻസ്ഫറിങ് ദ ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടല്ലേ. ട്രാൻസ്ഫറിങ് ദ ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുക, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അത് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്തിരിക്കുന്നത്, ആ ഡ്യൂ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് എൻട്രി ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരിക. നോക്കാം അതെങ്ങനെയാണുള്ളത്. ഈ എൻട്രി ശ്രദ്ധിച്ച്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 3,000. ഈ ബീങ് ദി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ആൻഡ് ക്ലോസ്ഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ കൂടാതെ എക്സ്ട്രാ ഒരു ജേണൽ എൻട്രിയും കൂടി വരും. നമുക്ക് കിട്ടിയ ഈ ക്യാഷ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യണം, ഹയർ സെയിൽസ് അക്കൗണ്ടിൽ നിന്നും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ഹയർ സെയിൽസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് 40,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് പ്രൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു എൻട്രി മാത്രമാണ് ഇതിൽ എക്സ്ട്രാ ഉള്ള എൻട്രി ഉള്ളത്. ഹയർ പർച്ചേസറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഒരു എക്സ്ട്രാ എൻട്രി ഉള്ളത് ഇത് മാത്രമാണ്. അത് ഫസ്റ്റ് ഇയറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ CP ക്യാഷ് പ്രൈസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എൻട്രിയോട് കൂടി ഫസ്റ്റ് ഇയറിലെ എൻട്രീസ് കംപ്ലീറ്റ് ആയി. നമുക്കറിയാം നെക്സ്റ്റ് ഇയറിലും 2-3 എൻട്രീസ് ഉണ്ടാവും. ഏതൊക്കെ എൻട്രീസ് ആണ് ഉണ്ടാവുക, ഇൻട്രസ്റ്റ് ഡ്യൂവിൻ്റെ എൻട്രി ഉണ്ടാവും, ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് മാറ്റുന്ന എൻട്രി ഉണ്ടാവും. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ്റെ എൻട്രി ഉണ്ടാവും. പക്ഷേ ഇവിടെ ഡിപ്രീസിയേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ 3 എൻട്രീസ് മാത്രമേ നെക്സ്റ്റ് ഇയറിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത എൻട്രി എന്തായിരിക്കും, 3 കോമൺ എൻട്രീസ്. ഹയർ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡ്യൂ, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അല്ലേ. നമ്മുടെ അമിത് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ്, നമ്മുടെ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ് 2000. അടുത്ത എൻട്രി എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അമിത് അക്കൗണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ബീങ് ദി ക്യാഷ് റിസീവ്ഡ് ഓൺ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. നിർബന്ധമായും നെറേഷൻ എഴുതാൻ മറക്കരുത്. ഓരോ എൻട്രീസിനും നെറേഷൻ എഴുതണം. 12,000 rupees, അത് 2000 അല്ല, ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് 2000 പ്ലസ് 10,000 ഇസ് ഈക്വൽ ടു എത്ര, ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് 12,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് 2,000 rupees മാത്രം എന്തിലേക്ക് മാറ്റണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് സംശയം വരും. അത് ഇതിൻ്റെ ബേസിൽ ചെയ്താൽ മതി. ഈ പോർഷൻ, ഈ എൻട്രി ഏതായിരിക്കും, ഇത് ഇൻകം ആയതുകൊണ്ടാണ് ഇതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഡെബിറ്റ് സൈഡിലേക്കാണ് ഈ ഇൻട്രസ്റ്റ് വരിക. ഇൻട്രസ്റ്റ് എന്നാലല്ലേ ക്ലോസ് ആവുള്ളൂ. ഇവിടെ ക്രെഡിറ്റ് വന്നു, ഇവിടെ ഡെബിറ്റ് വന്നു. സോ ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യും, നള്ളിഫൈ ആവുകയാണ് ചെയ്യുന്നത്. നിൽ ബാലൻസ് വരും. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് 2000 മാറ്റുന്നു. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട്. അടുത്ത എൻട്രി, അടുത്ത വർഷത്തേക്കുള്ള എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് 2018, 31/12/2018 വർഷത്തിൻ്റെ അവസാനം AN ഇതേ തന്നെയാണ്. ബീങ് ദ തേർഡ് ഇയർ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞിട്ട് 1000 രൂപ എൻട്രി എഴുതുന്നു. അമിത് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ്, പിന്നെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അമിത് അക്കൗണ്ട്, ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്ത് ബീങ് ദി തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 11,000 എഴുതുന്നു ക്യാഷ്. അതിനുശേഷം അതേപോലെ തന്നെ മൂന്നാമത്തെ എൻട്രി, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1000 ബീങ് ദി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്ലോസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. ഇത്രയും എൻട്രീസാണ് നമ്മുടെ ഒരു ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസാണ്, ഇത്രയും എൻട്രീസാണ് വരിക. ഹയർ വെൻഡറിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 16. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് അവൈലബിൾ in respect of a hire purchase agreement made on 1/4/2016 in respect of a purchase of machine by Rohini from P Limited. രോഹിണിയാണ് P ലിമിറ്റഡിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 20% per annum. Rohini charges depreciation at the rate of 25%. Give important ledger accounts in the books of both the parties.
നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജേർണലൈസ് ചെയ്യാനല്ല, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ലെഡ്ജർ അക്കൗണ്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് ദി പാർട്ടീസ്. ഓക്കെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോബ്ലം തന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം തന്നെ എന്ത് ചെക്ക് ചെയ്യണം? ഇൻസ്റ്റാൾമെൻറ്റ്, എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും തന്നിട്ടുണ്ടോ, ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണോ അല്ല ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണോ, ഇതിൻ്റെ ഫിഗേഴ്സ് തന്നിട്ടുണ്ടോ? ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കേണ്ട കാര്യം ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് തന്നിട്ടുള്ളൂ, എത്രയാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് തന്നിട്ടില്ല. സോ എഗെയിൻ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ടോ? ഇവിടെ ക്യാഷ് പ്രൈസും തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കണം, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനും കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, ഹിയർ ക്യാഷ് പ്രൈസ് ഇസ് നോട്ട് ഗിവൺ, സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ബൈ ദി ബൈ ബാക്ക് കാൽക്കുലേഷൻ. നമ്മൾ കഴിഞ്ഞ തവണ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ബൈ ബാക്ക് കാൽക്കുലേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കും? ബൈ ബാക്ക് ആയതുകൊണ്ട് തന്നെ 3 ഇൻസ്റ്റാൾമെൻറ്റിൽ അവസാനത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും എന്തായിരിക്കും? തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ നില്ലായിരിക്കും, അവസാനം ക്ലോസ് ആവുമല്ലോ. അതിനുശേഷം ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് എത്രയാണ്? 36,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? ഇവിടെ നില്ലായതുകൊണ്ട് 36,000 തന്നെയായിരിക്കും ടോട്ടൽ. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇതിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ്ലി 20% കണ്ടുപിടിക്കുകയല്ല വേണ്ടേ, ഇൻറ്റു 20/120 കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡിങ് അല്ല, അതുകൊണ്ട് ഇൻക്ലൂസീവ് ആണ്. ഈ 36,000-ൽ ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 20/120 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 20/120 ചെയ്യുന്ന സമയത്ത് 6,000 എന്നുള്ള ഫിഗർ കിട്ടും. സോ ഇത് 6,000 ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ, അതായത് തേർഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് 30,000 ആണെന്ന് കിട്ടും. ഇത് മൈനസ് ചെയ്താൽ ഈ മൈനസ് ചെയ്ത 30,000 തന്നെയായിരിക്കും സെക്കൻഡ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എഴുതുന്നു. ഇൻസ്റ്റാൾമെൻറ്റ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 42,000 ഇവിടെ എഴുതുന്നു. ഇത് രണ്ടും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 72,000 കിട്ടുന്നു. ഈ 72,000-ൻ്റെ മുകളിലേക്ക് 20/120 ചെയ്യുന്ന സമയത്ത് 12,000 എന്നുള്ള ഇൻട്രസ്റ്റ് ഫിഗർ കിട്ടും. ഇൻട്രസ്റ്റ് ഫിഗർ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് എത്ര കിട്ടും? 60,000 രൂപ കിട്ടും. ഈ 60,000 രൂപ ഫസ്റ്റ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. ഈ ക്ലോസിംഗ് ബാലൻസ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് എത്രയാണ്? 30,000 ആണ് ഫസ്റ്റ് ഇയറിൽ ഇൻസ്റ്റാൾമെൻറ്റ്, അതോടെ എടുത്ത് എഴുതുന്നു. ഇത് രണ്ടും ആഡപ്പ് പേ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എഴുതുന്നു 90,000 കിട്ടുന്നു. ഈ 90,000-ൻ്റെ മുകളിൽ നേരത്തെ കണ്ടുപിടിച്ച പോലെ 20/120 ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 15,000 കിട്ടുന്നു. 90,000-ൽ നിന്ന് 15,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് 75,000 കിട്ടും. ഇത്രയും കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ വർഷത്തെ 75,000 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കണം അല്ലേ? ഈ ക്യാഷ് പ്രൈസ് കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ നമ്മൾ എത്ര ടോട്ടൽ അവർ കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് കിട്ടും എന്ന് നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് ഇവിടെ തന്നിരിക്കുന്നത് 25,000 ആണ്. സോ 75,000 പ്ലസ് 25,000 ഈക്വൽസ് 1 lakh. അതാണ് നമ്മുടെ ക്യാഷ് പ്രൈസ്. ഇനി നമുക്ക് ഓരോ ലെഡ്ജറിലും എങ്ങനെയൊക്കെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് രോഹിണിയാണ്. രോഹിണിയാണ് ഇവിടുത്തെ പെർച്ചേസർ അല്ലേ? അപ്പോൾ പെർച്ചേസറിൻ്റെ ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ലെഡ്ജർ എൻട്രീസ് ആണ്, ലെഡ്ജറാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നത് പി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വെൻഡർ അല്ലെങ്കിൽ സെല്ലറുടെ അക്കൗണ്ടാണ്. ബയറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സെല്ലറുടെ അക്കൗണ്ടാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ജേർണലൈസ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ലെഡ്ജറൈസിങ് അല്ലേ, അല്ലെങ്കിൽ പോസ്റ്റിങ്. ഈ പോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക? പി ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് എന്നാണ് വരക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യം, ഇൻ ദ ബുക്സ് ഓഫ് ബയറിൽ നമ്മൾ എങ്ങനെയാണ് ഈ ജേർണലൈസ് ചെയ്യുന്നത്? ഈ ജേർണൽ തന്നെയാണല്ലോ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്തായിരിക്കും? വെൻ ആൻ അസെറ്റ് ഇസ് പർച്ചേസ്ഡ് ഓൺ HP സിസ്റ്റം ഇൻ ദ ബുക്സ് ഓഫ് ബയർ. ആദ്യം തന്നെ എന്താ ഇങ്ങോട്ട് വരുന്നത്? അസെറ്റ് ഇങ്ങോട്ട് ഇൻകം വരുന്നതാണ്, അകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അല്ലേ? ഇവിടെ എന്താ അസെറ്റ് ഉള്ളത്? മെഷീനാണ് അസെറ്റ് ഉള്ളത്. സോ എൻട്രി വിൽ ബി, എൻട്രി നമ്മൾ എഴുതണമെന്നില്ല, നിങ്ങളോട് പോസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മളത് മനസ്സിൽ കണ്ട് അതിനനുസരിച്ചിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അസെറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മെഷീൻ ആക്കുക. മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു, വെൻഡറുടെ നെയിം എന്താ? P ആണ്. അപ്പോൾ മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു P ലിമിറ്റഡ്, നമ്മൾ P ലിമിറ്റഡ് ആണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ബൈ മെഷീൻ എന്നാണ് വരിക. ഫസ്റ്റ് ജേർണൽ എൻട്രി ഫസ്റ്റ് ഡേറ്റ് 1/4/2016 ബൈ മെഷീൻ എന്ന് പറഞ്ഞിട്ട് P ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ബൈ മെഷീൻ എന്ന് പറഞ്ഞിട്ട് 1 lakh rupees. അതാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിച്ചത്. ഈ ക്യാഷ് പ്രൈസ് എഴുതുന്നു.
അതിനുശേഷം സെക്കൻഡ് എൻട്രി എന്താണെന്ന് നോക്കാം. ഡൗൺ പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അല്ലേ. നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കിട്ടുകയാണ്, അതും 1 ആദ്യത്തെ ഡേറ്റ് തന്നെയായിരിക്കും. അപ്പോൾ വെൻഡർ എന്നുള്ള പൊസിഷനിൽ നമ്മൾ എന്ത് മാറ്റണം, പി ലിമിറ്റഡ് എന്നാക്കണം. പി ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ പി ലിമിറ്റഡിൽ എങ്ങനെ വരും, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വരുമല്ലേ, ഈ സൈഡാണ് വരിക. 1/4/2016 പി ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിലേക്ക് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 25,000 റുപ്പീസ് ഡൗൺ പേയ്മെൻറ്റ് എഴുതുന്നു. അടുത്ത എൻട്രി എന്തായിരിക്കും, അപ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് 2 എൻട്രീസ് കഴിഞ്ഞു അല്ലേ. മെഷീൻ വന്നത് എൻട്രി എഴുതി, ഡൗൺ പേയ്മെൻറ്റ് 2 എൻട്രീസും എഴുതി. അതിനുശേഷം നമുക്കറിയാം വർഷത്തിൻ്റെ അവസാനമാണ് എൻട്രി വരിക. എന്താണ് എൻട്രി വരിക, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഉണ്ടാവും. അതെന്താണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി, ഇൻ ദ ബുക്സ് ഓഫ് ബയറിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി കണ്ടോ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ ആണ്. ഇതിൽ ഇൻട്രസ്റ്റ് ഓരോ എൻട്രീസും അതാത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡെബിറ്റും ക്രെഡിറ്റും വരാം. നമ്മളുടെ ബുക്സിൽ അത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്നതിനനുസരിച്ചാണ് വരിക. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ഏത് ബുക്സ് ഓഫ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ബയറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ്. അപ്പോൾ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. ഇൻട്രസ്റ്റ് ഇസ് ആൻ എക്സ്പെൻസ്, ഓ വി ഹാവ് ടു ഡെബിറ്റഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ എന്നുള്ളതാണ് എൻട്രി വരിക. അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്താണ് വരിക, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പി ലിമിറ്റഡ് എന്നാണ് എൻട്രി വരിക. അപ്പോൾ പി ലിമിറ്റഡിൻ്റെ എൻട്രിയിൽ ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. 31/3/17 എന്ന് പറഞ്ഞിട്ട് ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. 15,000 റുപ്പീസ് ആണ് നമ്മുടെ ആദ്യത്തെ ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ 15,000 ഇവിടെ എഴുതുന്നു. ഇത് കണ്ടോ, ഈ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച 15,000 ഇൻട്രസ്റ്റ്. അത് എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടായിരുന്നു, നമ്മൾ 3rd ഇൻസ്റ്റാൾമെൻറ്റ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് മാറിപ്പോരുത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ എഴുതണം. 15,000 കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. അതിനുശേഷം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി എഴുതി കഴിഞ്ഞു. ഇൻട്രസ്റ്റ് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത എൻട്രി ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് അല്ലേ. ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്നത് വെൻഡർക്കായിരിക്കും. നമ്മളിപ്പോൾ എഴുതുന്നത് ബയറുടെ ബുക്സ് ആണ്. അപ്പോൾ ബയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, പേയ്മെൻ്റ് ആണ്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഹയർ വെൻഡർ എന്താ, പി ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് ആണ് എൻട്രി വരിക. അപ്പോൾ പി ലിമിറ്റഡിൻ്റെ അകത്ത് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതും. ടു ക്യാഷ് അല്ലേ. 31/3/2017 നമ്മൾ പേ ചെയ്യുന്ന ഇൻസ്റ്റാൾമെൻ്റ് ആണിത്. ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 15,000 ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 30,000 രൂപയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത്. ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് 30,000 തന്നിട്ടുണ്ട്. ആ 30,000 അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, ഇപ്പുറത്തെ ഭാഗത്ത് ഇവിടെ എഴുതണം. 30,000 എന്ന് പറയും. ടു ക്യാഷ് 30,000. അതിനുശേഷം അടുത്ത എൻട്രി എന്തായിരിക്കും, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ ചെയ്യണം. ഇവിടെ ഡിപ്രീസിയേഷൻ ഒന്നും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് എഴുതേണ്ട കാര്യം, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, പക്ഷേ ഡിപ്രീസിയേഷൻ എൻട്രി എന്താ ശ്രദ്ധിച്ചേ, ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ ദ എസെറ്റ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു എസെറ്റ് അക്കൗണ്ട് ആണ് അല്ലേ. ഡിപ്രീസിയേഷനും എസെറ്റും ആണ് ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പി ലിമിറ്റഡിൻ്റെ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ ഈ അക്കൗണ്ടിൽ എവിടെയും വരില്ല അല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഫിഗറും ഇതിനകത്ത് വരില്ല, എസെറ്റും വരില്ല. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഏതാണോ വരുന്നത് അത് മാത്രമല്ല ഈ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ ഡിപ്രീസിയേഷനും വരില്ല, എസെറ്റും വരില്ല. നെക്സ്റ്റ് എൻട്രി എന്താണ് വരുന്നത്, ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ടു P&L അക്കൗണ്ട് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് വരിക. അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേ വരുള്ളൂ, ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേ വരുള്ളൂ. പി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫിഗർ അല്ലെങ്കിൽ ഹയർ വെൻഡർ ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും എൻട്രീസ് മാത്രമേ ഫസ്റ്റത്തെ വർഷം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആഡപ്പ് ചെയ്യണം. ഏത് ഭാഗത്താണോ ഉള്ളത് 1,15,000 എഴുതുന്നു. ഇത് ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്യുന്നു. 60,000 എന്നുള്ള ഫിഗർ കിട്ടുന്നു. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. പി ലിമിറ്റഡ് അല്ലെങ്കിൽ ഹയർ വെൻഡർ എന്ന് എവിടെയൊക്കെയാണോ ജേർണൽ എൻട്രീസ് വരുന്നത് ആ ട്രാൻസാക്ഷൻസ് മാത്രമേ ഈ അക്കൗണ്ടിൽ വരുള്ളൂ. അതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ്റെ ഈ എൻട്രിയും പി ലിമിറ്റഡിൻ്റെ ഈ അക്കൗണ്ടിൽ വരാത്തത്. ക്ലിയർ ആണല്ലോ. അതിനുശേഷം ഈ ബാലൻസ് ചെയ്തിരിക്കുന്ന ഈ ഫിഗർ 60,000 എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. ക്യാരി ഡൗൺ ടു നെക്സ്റ്റ് ഇയർ 1/4/2017 എന്നുള്ള അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു 60,000. ഈ 60,000 ചെയ്തതിന് ശേഷം അടുത്ത വർഷം ഏതൊക്കെ എൻട്രീസ് ആണ് ഉണ്ടാവുക, നമുക്കറിയാം. ആദ്യത്തെ ഇയറിൽ മാത്രമേ എസെറ്റ് വരുന്ന എൻട്രിയും ഡൗൺ പേയ്മെൻറ്റ് എൻട്രിയും ഉണ്ടാവുള്ളൂ. പിന്നീടുള്ള ഇയേഴ്സിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയും ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റ്
പേ ചെയ്യുന്ന എൻട്രിയും ആ ഇൻസ്റ്റാൾമെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന 3 എൻട്രീസും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്യൂ ആവുന്ന എൻട്രി എഴുതുക. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഒരു ഹയർ വെൻഡറാണ്. സോ ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടിൽ ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ബൈ ഇൻട്രസ്റ്റ് 12,000 റുപ്പീസ്. ഈ 12,000 ആണ് നമ്മുടെ ഫിഗർ, ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച ഫിഗർ എഴുതുക. അതിനുശേഷം ബാലൻസ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ടു ക്യാഷ് 42,000 ആണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് തന്നിരിക്കുന്നത്. സെക്കൻഡ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് ടോട്ടലായിട്ട് 42,000 പേ ചെയ്യുന്നുണ്ട്. 42,000 എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, ഇത് ആഡപ്പ് ചെയ്തൊരു 72,000 കിട്ടും. ഈ പോർഷനാണ് കൂടുതലുള്ള. ഈ 72,000 ഇവിടെ എഴുതുന്നു. അതിനുശേഷം ഈ എമൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 30,000 ബാലൻസ് ചെയ്തിട്ട് എഴുതുന്നു. ഈ 30,000 അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 1/4/2018 എന്ന് പറഞ്ഞിട്ട് ബൈ ബാലൻസ് 30,000 ക്യാരി ഡൗൺ ചെയ്യുന്നു, ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഈ ബ്രോഡ് ഡൗൺ ചെയ്ത 30,000 ശേഷം 31/3/2018 വരുന്ന അടുത്ത എന്തായിരിക്കും, ഈ വർഷത്തിൻ്റെ അവസാനം ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. ഈ വർഷത്തിൻ്റെ അവസാനം ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 6,000 റുപ്പീസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ട്. ഈ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഈ പുറത്തെ ഭാഗത്ത് എഴുതണം. അതിനുശേഷം ഇൻസ്റ്റാൾമെൻറ്റ് എത്ര പേ ചെയ്യുന്നത്, ഇതിൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഫിഗർ നോക്കാം. തേർഡ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് 36,000 തന്നിട്ടുള്ളത്. തേർഡ് ഇയറിലുള്ള ഇൻട്രസ്റ്റ് 6,000 ആണ് തന്നിട്ടുള്ളത്. ആ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് 6,000ഉം അങ്ങോട്ട് പേ ചെയ്യുന്ന 36,000 ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന 36,000 നമ്മൾ എന്ത് ചെയ്തു, ഇപ്പുറത്തെ ഭാഗത്ത് ഡെബിറ്റ് സൈഡിലും എഴുതി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ വർഷത്തിൻ്റെ അവസാനം ഈ പി ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് ശ്രദ്ധിച്ചേ, 30,000 ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഡ്യൂ ആയ എമൗണ്ട് എഴുതി. ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റ് ഇയാൾ പേ ചെയ്തത് 36,000. ഇപ്പോൾ ബാലൻസ് ടാലി ആയില്ലേ, ഇത് 30 + 6 30. ഇവിടെ ബാലൻസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാനില്ല. അങ്ങനെ 3 വർഷത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും ടോട്ടൽ ബാലൻസ് ആവുന്നതായിരിക്കും. ഇങ്ങനെയാണ് പി ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് വരുന്നത്. പി ലിമിറ്റഡ് അതുപോലെ തന്നെ ഹയർ വെൻഡർ, അതായത് ഡോഹിനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതേണ്ട വേറൊരു ഐറ്റമാണ്, വേറൊരു ബുക്കാണ് മെഷീൻ അക്കൗണ്ട്. മെഷീൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എസെറ്റ് അക്കൗണ്ട് അല്ലേ. എസെറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത്. നമ്മളെ ജേർണൽ എൻട്രീസിൻ്റെ അകത്ത് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ എന്നുള്ളതായിരുന്നു. അപ്പോൾ എസെറ്റ് എന്നുള്ളത് മെഷീൻ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ മെഷീൻ അക്കൗണ്ടിൽ ടു ഹയർ വെൻഡർ അല്ലെങ്കിൽ അതിൻ്റെ പേര് പി ലിമിറ്റഡ് എന്നാണ്. ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ടു പി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. നിങ്ങൾ ഫസ്റ്റത്തെ സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഡ്ജറൈസ് ചെയ്തിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഓർമ്മിച്ചിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ജേർണലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജേർണലൈസ് ചെയ്തതിന് ശേഷം എഴുതാൻ എളുപ്പമായിരിക്കും. കുറച്ചുകൂടി ഇതുപോലെ എഴുതി വെച്ചിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എസെറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു പി ലിമിറ്റഡ് ആണ്. അപ്പോൾ മെഷീൻ അക്കൗണ്ടിൻ്റെ ടു പി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് പ്രൈസ് ആയിരുന്നു 1 lakh rupees. അടുത്ത ജേർണൽ എൻട്രി എന്തായിരുന്നു, ഡൗൺ പേയ്മെൻറ്റിൻ്റെ ജേർണൽ എൻട്രി ആയിരുന്നു. ഡൗൺ പേയ്മെൻറ്റിൻ്റെ ജേർണൽ എൻട്രിയിൽ മെഷീൻ വരുന്നില്ല. പിന്നീട് അടുത്തത് എവിടെയാണ് മെഷീൻ വരുന്നത്, ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എസെറ്റ് വരുന്ന ഏതെങ്കിലും പോർഷനിൽ മാത്രമേ അടുത്ത ജേർണൽ എൻട്രി വരുള്ളൂ. സോ ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ, ഇതെൻ്റെ ഓപ്പണിംഗ് കഴിഞ്ഞു. പിന്നെ 31/3 അടുത്ത വർഷത്തിന് അവസാനമായിരിക്കും എസെറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് ബൈ ഡിപ്രീസിയേഷൻ. സോ ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 31/3/2017 വർഷത്തിൻ്റെ അവസാനം. ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ 25% ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 25% ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാഷ് പ്രൈസ് എത്രയാണ്, 1 lakh. 1 lakhൻ്റെ മുകളിൽ 25% അത് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് 25,000 രൂപയായിരിക്കും നിങ്ങളുടെ ഡിപ്രീസിയേഷൻ. അപ്പോൾ 31/3/2017 ഡിപ്രീസിയേഷൻ 25,000 തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, 1 lakhൽ നിന്നും ഡിപ്രീസിയേഷൻ, ഇത് വേറൊരു എൻട്രീസും ആ വർഷം വരുന്നില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അത് ബാലൻസ് ചെയ്യുക. 75,000 ആണ് ഇതിൻ്റെ ബാലൻസ് ഉള്ളത്. ആ ബാലൻസ് എന്ത് ചെയ്യണം, ഇപ്പുറത്തെ വർഷം അടുത്ത വർഷത്തേക്ക് 1/4/2017, ഈ ഡേറ്റ് മാറിപ്പോയത്. ഇത് ക്ലോസിംഗ് ഡേറ്റും ഇത് ഓപ്പണിംഗ് ഡേറ്റും ആണ് അടുത്ത വർഷത്തേക്ക്. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ കണ്ടുപിടിച്ച 75,000 ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. എഗെയിൻ 30 ഈ വർഷത്തിൻ്റെ അവസാനം ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 25,000 തന്നെയാണ് നമ്മുടെ ഫിഗർ. ആ ഡിപ്രീസിയേഷൻ ആ ഫിഗർ അവിടെ എഴുതുന്നു. അതിനുശേഷം ബാലൻസിങ് ഫിഗർ 75,000 - 25,000 50,000 ആണ്. ആ 50,000 ഇവിടെ എഴുതുന്നു. ഇത് ബാലൻസ് ചെയ്തു 75,000 രണ്ട് ഭാഗത്തും എഴുതുന്നു. ഈ ബാലൻസ് ചെയ്തിട്ടുള്ള 50,000 എഗെയിൻ അടുത്ത വർഷം 2018 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു 50,000 ബൈ 31/3/2019 ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 25,000 അല്ലേ. ബൈ 25,000 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്,
എഴുതേണ്ടത്. ബൈ ബാലൻസ് 25,000 ഇവിടെ വന്നു. 50,000 നിന്നും 25,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 25,000. ഈ 25,000 ഇതിൽ 50,000 എഴുതി കഴിഞ്ഞു. ഈ 25,000 എന്ത് ചെയ്യണം, അടുത്ത വർഷത്തേക്ക് ഫോർവേഡ് ചെയ്യണം. ഇവിടെ എന്താ, ഒരു വർഷം കൂടി കഴിഞ്ഞാൽ 2020 കൂടി മാത്രമേ ഈ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ടോട്ടലായിട്ട് റൈറ്റ് ഓഫ് ചെയ്യുള്ളൂ. അപ്പോൾ 25,000 ബാലൻസ് ആയിട്ട് അങ്ങനെ തന്നെ കിടക്കും. അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 50,000 വെച്ചിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും പറ്റും. 25,000 ബാലൻസ് ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എൻട്രി പറഞ്ഞതുകൊണ്ട് ഈ 3 വർഷം കൊണ്ട് വരെ മാത്രം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു എൻട്രിയും കൂടി എഴുതി ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 25,000 എന്നും കൂടി എഴുതിയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ 2 മേജർ അക്കൗണ്ട്സ് ആണ് നമ്മൾ ഹയർ വെൻഡറുടെ അക്കൗണ്ടും ഹയർ അസറ്റിൻ്റെ അക്കൗണ്ടുമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബോത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് പി ലിമിറ്റഡ് ആണ് അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്നത് ബയറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആണ് നമ്മൾ വെൻഡർ അക്കൗണ്ടും മെഷീൻ അക്കൗണ്ടും വരച്ചതെങ്കിൽ, ഇനി സെല്ലറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സെല്ലറുടെ ബുക്കിൽ നമ്മൾ അവരുടെ ബയർ എങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ് എഴുതേണ്ടത്. ബയറിൻ്റെ പേര് രോഹിണിയാണ്. അപ്പോൾ രോഹിണി അക്കൗണ്ട് വരക്കുന്നു. രോഹിണി അക്കൗണ്ട് വരക്കുമ്പോൾ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച പോലെ ബയറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ജേണൽ എൻട്രിയാണ്, വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ജേണൽ എൻട്രി ആദ്യം വരച്ച് വെക്കുക. അത് വരക്കാതെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. ഫസ്റ്റ് വെൻഡറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ആദ്യത്തെ എൻട്രി ഹയർ പെർച്ചേസർ അക്കൗണ്ട് ടു ഹയർ സെയിൽസ് അക്കൗണ്ട് ആണ്. ടു ഹയർ സെയിൽസിലേക്കാണ് പോകുന്നത്. ഹയർ പെർച്ചേസറിൻ്റെ നമ്മൾ ഇവിടുത്തെ പേര് രോഹിണി എന്നാണ്. രോഹിണിയാണ് പെർച്ചേസർ. സോ എൻട്രി വിൽ ബി രോഹിണി അക്കൗണ്ട് ടു ഹയർ സെയിൽസ് ആണ്. അപ്പോൾ രോഹിണി അക്കൗണ്ടിൽ എന്താ വരിക, ടു ഹയർ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ടു ഹയർ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 1 lakh ക്യാഷ് പ്രൈസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ 1 lakh എന്ന് പറഞ്ഞ എമൗണ്ട് എഴുതുന്നു. അടുത്തതായിട്ടുള്ള എൻട്രി എന്താണ്, വെൻ ഡൗൺ പേയ്മെൻറ്റ് ഇസ് റിസീവ്ഡ് ക്യാഷ് ടു ഹയർ പെർച്ചേസർ അല്ലേ. അപ്പോൾ ഹയർ പെർച്ചേസറിൻ്റെ അക്കൗണ്ടാണ് നമ്മളിവിടെ വരക്കുന്നത്. ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 25,000 ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ബൈ ക്യാഷ് 25,000. അടുത്ത എൻട്രി എന്താണ്, ഇൻട്രസ്റ്റ് ഡ്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ്. അത് വർഷത്തിൻ്റെ അവസാനമാണ് വരിക. ഹയർ പെർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എൻട്രി, രോഹിണി അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ രോഹിണി അക്കൗണ്ടിൽ ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 31,317 ടു ഇൻട്രസ്റ്റ് 15,000 നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് എഴുതുക 15,000. അതിനുശേഷം അടുത്ത എൻട്രി എന്താണ് വരുന്നത്, ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് ഇൻസ്റ്റാൾമെന്റ് റിസീവ് ചെയ്യുന്നുണ്ടല്ലോ. ഇൻസ്റ്റാൾമെന്റ് റിസീവ് ചെയ്യുമ്പോൾ എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ പെർച്ചേസർ അക്കൗണ്ടാണ് എൻട്രി വരിക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രോഹിണി അക്കൗണ്ട്. അപ്പോൾ രോഹിണി അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വേണം ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഫിഗർ ആയിട്ടുള്ള ആ ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. 30,000 ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 30,000. അതിനുശേഷം ഇത്രയും എൻട്രി എഴുതി കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, നമ്മുടെ ഹയർ പെർച്ചേസറിനെ എഫക്ട് ചെയ്യുന്ന എൻട്രി എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ഇത്രയും എൻട്രീസ് മാത്രം ഹയർ പെർച്ചേസറിൻ്റെ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എന്തുകൊണ്ടാണ് എഫക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് അടുത്ത എൻട്രി ഉള്ളത്. അത് ഇതിൽ എവിടെയും വരില്ല. ഹയർ പെർച്ചേസർ എന്നുള്ള ഫിഗർ നെയിം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, 1,15,000 അതിൽ നിന്നും ഇത് ആഡപ്പ് ചെയ്യുക. 25,000 പ്ലസ് 30,000 അതായത് 55,000. ഈ 55,000 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യുന്ന സമയത്ത് 60,000 കിട്ടും. അങ്ങനെയാണ് 1,50,000 നിന്നും 60,000 കിട്ടുന്നത് ബൈ ബാലൻസ്. ഈ 31/3/17 60,000 ബാലൻസ് കിട്ടിക്കഴിഞ്ഞു. ഈ 60,000 അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യണം. 1/4/2017 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 60,000 എഴുതുന്നു. അതിനുശേഷം നമുക്കറിയാം ആദ്യത്തെ എൻട്രീസിൽ മാത്രമേ 3 ഹയർ സെയിൽസിൻ്റെ എൻട്രി ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്താ എൻട്രിയേ വരുള്ളൂ, ഇനി 2 ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയും ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി നമുക്കറിയാം. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഹയർ പെർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ രോഹിണി അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആണ് വരിക. രോഹിണി അക്കൗണ്ടിലാണ് എന്ത് വരിക, ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം 12,000 എഴുതുന്നു. അതിനുശേഷം ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രോഹിണി അക്കൗണ്ടാണ് വരിക. ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രോഹിണി അക്കൗണ്ട്. ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 42,000 എഴുതുന്നു. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട്. ഈ ഫിഗേഴ്സ് ഒന്നും എഴുതിയപ്പോൾ മാറിപ്പോയത് 42,000. ആ 2 എൻട്രി ഇൻട്രസ്റ്റിൻ്റെ എൻട്രി എഴുതി ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഇത്ര എൻട്രീസേ ഉള്ളൂ അല്ലേ. ഇവിടെ ഇത് ടോട്ടൽ ചെയ്യുന്നു 72,000 കിട്ടുന്നു. ഈ 72,000 നിന്ന് 42,000 മൈനസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് 30,000 കിട്ടും. ഈ ബാലൻസ് എന്ത് ചെയ്യണം, അടുത്ത വർഷത്തേക്ക് നേരത്തെ പോലെ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യണം. ടു ബാലൻസ് 30,000 എഴുതുന്നു. അതിനുശേഷം ഇൻട്രസ്റ്റ്
അഗെയിൻ 31/3/2019 ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി എഴുതുക. ഡ്യൂ ആവുന്ന എൻട്രി എന്തായിരിക്കും? രോഹിണി അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. രോഹിണി അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് 6,000. അപ്പോൾ എന്ത് ചെയ്യണം? 36,000 കിട്ടി അല്ലേ. ബൈ ക്യാഷ് എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? അയാളുടെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 36,000 രൂപയാണ്. സോ ഇറ്റ്സ് ഗെറ്റിംഗ് ടാലിഡ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ രോഹിണീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള 36,000 ബാലൻസും പി ലിമിറ്റഡിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള 36,000 ബാലൻസും നില്ലായി കഴിഞ്ഞു. ഇതിൻ്റെ ഓരോ പോയിന്റിലും 1,15,000, 72,000, 36,000 ഇത് രണ്ടാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ഈക്വൽ ആയിരിക്കും അല്ലേ. ഞാൻ എനിക്ക് കൊടുക്കാനുള്ളതും മറ്റേ ആൾക്ക് കിട്ടാനുള്ളതും സെയിം എമൗണ്ട് ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് ഇത് ടാലി ആവുന്നത്. ഇൻ ദ ബുക്സ് ഓഫ് വെൻഡർ ഒരു അക്കൗണ്ടും കൂടി വരക്കണം. നമ്മൾ നേരത്തെ ഇൻ ദ ബുക്സ് ഓഫ് സെല്ലർ 2 അക്കൗണ്ടാണ്, ഇൻ ദ ബുക്സ് ഓഫ് പെർച്ചേസർ 2 അക്കൗണ്ടാണ് വരച്ചിരുന്നത്. ഹയർ വെൻഡറുടെ അക്കൗണ്ടും ഹയർ മെഷീൻ അക്കൗണ്ടും അസറ്റ് അക്കൗണ്ടുമാണ് വരച്ചിരുന്നത്. അതേസമയം ഇവിടെ ഇൻ ദ ബുക്സ് ഓഫ് വെൻഡർ വരക്കേണ്ടത് നമ്മുടെ രോഹിണി അക്കൗണ്ട് വരച്ചു, അതായത് ഹയർ പെർച്ചേസറുടെ അക്കൗണ്ടും ഹയർ സെയിൽസ് അക്കൗണ്ടും വരക്കണം. ഫസ്റ്റ് എൻട്രി ഹയർ സെയിൽസിന്റെ ഫിഗർ എൻട്രി എന്തായിരുന്നു? ഹയർ പെർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ് ആയിരുന്നു. രോഹിണി അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ് ആണ് എൻട്രി. അപ്പോൾ ഹയർ സെയിൽസിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? ബൈ രോഹിണി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് 1 lakh എഴുതണം. ഈ 1 lakh തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പിന്നീട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. 30 വർഷത്തിന്റെ അവസാനം ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ എൻട്രി ഉണ്ടാവും. അതെന്തായിരിക്കും എൻട്രി? ഹയർ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് ആണ് എൻട്രി. സോ അതെന്ത് ചെയ്യണം? ഹയർ സെയിൽസിന്റെ അക്കൗണ്ട് ടു ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് 1 lakh എഴുതുന്നു. അപ്പോൾ അത് നില്ലായി പോകുന്നു, 2 ഭാഗത്തും ക്ലോസ് ആയി പോകുന്നു. ഇങ്ങനെയാണ് ബോത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും എൻട്രി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ലെഡ്ജറൈസ് ചെയ്യാൻ ഡയറക്റ്റ്ലി പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ജേർണൽ എൻട്രീസ് എഴുതി വെക്കുക. അതിനുശേഷം ഈസിലി പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു ജേർണൽ എൻട്രി, ഒരു ഇല്ലസ്ട്രേഷനും കൂടി ചെയ്ത് നോക്കാം. Illustration number 17. From the following details, prepare hire vendor's account in the books of hire purchaser. Cash price of a motor car, down payment, 3 annual installments, rate of interest, date of agreement. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഹയർ വെൻഡറുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹയർ പെർച്ചേസറുടെ ബുക്കിൽ ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പ്രിപ്പയർ ജേർണൽ ആണെങ്കിലും ലെഡ്ജർ ചോദിച്ചതാണെങ്കിലും 2 പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടോ നോക്കുക. ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, പെർസെൻറ്റേജ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഫ്രം ദി ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട് 5,60,000. അതിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് ആയിട്ടുള്ളത് മൈനസ് ചെയ്യുന്നു 4,10,000. ഇതങ്ങനെ തന്നെ ഇവിടെ എഴുതുന്നു 2 ഭാഗത്തും. ഇൻസ്റ്റാൾമെൻറ്റിന് ഇൻട്രസ്റ്റ് ഇല്ല. 4,10,000 മുകളിൽ എന്ത് ചെയ്യണം? അതിൽ നിന്നും ഇവിടെ ഇത് നിൽ ബാലൻസ് ആയിരിക്കും വന്നിട്ട് ഇവിടെ 4,10,000 എഴുതുന്നു. അതിനുശേഷം 1,50,000 എഴുതുന്നു. ഈ 4,10,000 മുകളിൽ 5% ഇൻട്രസ്റ്റ് കാണുന്ന സമയത്ത് 20,500 എന്നുള്ള ഫിഗർ കിട്ടും. 20,500 ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്ന സമയത്ത് 1,29,500 എന്നുള്ള ക്യാഷ് പ്രൈസ് കിട്ടും. ഈ ഫിഗർ അങ്ങനെ തന്നെ എഴുതുന്നു 1,29,500. 4,10,000 നിന്ന് 1,29,500 മൈനസ് ചെയ്യുന്ന സമയത്ത് 2,80,500 എന്നുള്ള ഫിഗർ കിട്ടും. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? അതിവിടെ ബ്ലാങ്ക് ആയിരിക്കും. ഇവിടെ ഇത് എഴുതിയതിന് ശേഷം 1,50,000 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതങ്ങനെ തന്നെ ഇവിടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എഴുതുന്നു. 2,80,500 മുകളിൽ 5% ചെയ്യുന്ന സമയത്ത് 1,14,025 കിട്ടുന്നു. 14,025 ഇതിൽ നിന്നും 1,50,000 നിന്നും മൈനസ് ചെയ്യുന്ന സമയത്ത് 1,35,975 എന്നുള്ള ക്യാഷ് പ്രൈസ് കിട്ടുന്നു. അത് തന്നെ ഇവിടെ എഴുതുക. 2,85,500 നിന്നും ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് 1,44,525 എന്നുള്ള ഫിഗർ കിട്ടുന്നു. ഈ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് മറന്നു പോകാതിരിക്കാൻ. ഈ സെയിം ഫിഗർ 1,50,000 ഇവിടെ എഴുതുന്നു. ഇത് എത്രയാണോ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത് അത് അങ്ങനെ തന്നെ എഴുതുന്നു. മറന്നുപോയത് ഇതിൻ്റെ മുകളിൽ 5% അല്ല കാണണ്ടേ, ഇതിൻ്റെ ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ 1,50,000 മൈനസ് 1,44,525 എത്രയാണോ ഫിഗർ 5,475 എന്നുള്ള ഈ ഫിഗറാണ് കിട്ടുന്നത്. ഈ ഫിഗർ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുന്ന സമയത്ത് 1,44,525. ഇങ്ങനെ ടോട്ടൽ ഓരോ 3 വർഷത്തെ ഇൻട്രസ്റ്റും കണക്ക് കൂട്ടുന്നു, ക്യാഷ് പ്രൈസും കണ്ടുപിടിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ 5,60,000 ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ഇൻസ്റ്റാൾമെൻറ്റ്, ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 6 lakh. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഹയർ വെൻഡറുടെ അക്കൗണ്ട് ബുക്സ്, ഹയർ പെർച്ചേസറുടെ ബുക്സിൽ, അതായത് ബയറുടെ ബുക്സിൽ ഹയർ വെൻഡറുടെ അക്കൗണ്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ വരക്കുകയാണ് ചെയ്യുന്നത്. ആ അക്കൗണ്ട് മാത്രമേ നിങ്ങളോട് വരക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഹയർ വെൻഡറുടെ അക്കൗണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എൻട്രി ആദ്യം തന്നെ ചിന്തിച്ച് നോക്കാം. ഇതാണ് ഫസ്റ്റ് എൻട്രി. ഇൻ ദ ബുക്സ് ഓഫ് ബയർ വെൻ ആൻ അസറ്റ് ഇസ് പർച്ചേസ്ഡ്, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ. അപ്പോൾ അസറ്റ് എന്താണ്? ഇവിടെ മോട്ടോർ കാറാണ് ഇവിടുത്തെ അസറ്റ്.
മോട്ടോർ കാർ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ. വെൻഡറുടെ പേരെന്താണ്? പേര് ഇവിടെ ക്ലിയർ ആയിട്ട് തന്നിട്ടില്ല. സോ മോട്ടോർ കാർ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ ആണ് വരിക. അപ്പോൾ ഹയർ വെൻഡറിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഹയർ വെൻഡറിന്റെ അക്കൗണ്ടിൽ ബൈ മോട്ടോർ കാർ എന്ന് പറഞ്ഞിട്ട് വരും. ആദ്യത്തെ എൻട്രി 1/1/2016 മോട്ടോർ കാർ 5,60,000. അതിൽ നിന്നും എന്ത് ചെയ്യണം? അടുത്ത എൻട്രി ആയിട്ട് വരുന്നത് ഡൗൺ പേയ്മെന്റ് പേ ചെയ്യുന്നതാണ് അല്ലേ. ഡൗൺ പേയ്മെന്റ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഹയർ വെൻഡറിന്റെ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡൗൺ പേയ്മെന്റ് 1,50,000 ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആ ഡൗൺ പേയ്മെന്റ് എന്ത് ചെയ്യണം? അത് അവിടെ എഴുതണം. അതിനുശേഷം അടുത്ത മൂന്നാമത്തെ എൻട്രി എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ആയിരിക്കും അല്ലേ. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ എന്നുള്ളതാണ്. അപ്പോൾ ഹയർ വെൻഡറിന്റെ അക്കൗണ്ടിൽ ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 20,500 എടുത്ത് എഴുതുന്നു. അതിനുശേഷം ഇൻസ്റ്റാൾമെന്റ് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് വരേണ്ടത്. ഇൻസ്റ്റാൾമെന്റ് റിസീവ് ചെയ്യുന്ന എൻട്രി എന്ന്, ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നത്, റിസീവ് ചെയ്യല പേ ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് ആണ്. ഹയർ വെൻഡറിന്റെ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നു. അതേ 1.5 ലക്ഷം രൂപ ഏതായാലും നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ഈ ആനുവലി ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ് 1.5 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 1.5 ലക്ഷം ഇവിടെ എഴുതുന്നു. ഇത്രയും എൻട്രീസ് ആയതിനു ശേഷം ഡിപ്രീസിയേഷൻ നമ്മുടെ ഹയർ വെൻഡർ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഐറ്റം അല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഈ എൻട്രിയും ഹയർ വെൻഡർ അക്കൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ആ ഒരു പേര് ഇവിടെ രണ്ട് സ്ഥലത്തും ഇല്ല അല്ലേ. ഹയർ വെൻഡർ എന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് വരുള്ളൂ. അപ്പോൾ ഹയർ വെൻഡർ ഇല്ല. ഇത്രയും ചെയ്തതിന് ശേഷം ഈ പക കൂടുതലുള്ളത് 5,80,500 ആഡപ്പ് ചെയ്യുന്നു. അതിൽ നിന്നും ഈ 3 ലക്ഷം മൈനസ് ചെയ്യുന്നു. രണ്ടും കൂട്ടിയിട്ടുള്ള 3 ലക്ഷം മൈനസ് ചെയ്യുന്ന സമയത്ത് 2,80,500 എന്നുള്ള ക്ലോസിംഗ് ബാലൻസ് കിട്ടുന്നു. ഈ ക്ലോസിംഗ് ബാലൻസ് അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇടണം. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 2,80,500. എഗെയിൻ അടുത്ത വർഷത്തേക്ക് എന്തൊക്കെ എൻട്രീസ് വരും? ഇൻട്രസ്റ്റിന്റെ എൻട്രി വരും അല്ലേ. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി വരും. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി എന്താണ്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ. ഇൻട്രസ്റ്റ് ഇസ് ആൻ എക്സ്പെൻസ് ഫോർ ദി ബയർ. സോ ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡറിനാണ് ജേണൽ എൻട്രി വരുന്നത്. ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 14,025. ഈ ഫിഗർ ഇവിടെ എഴുതുന്നു. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി. അതിനുശേഷം അടുത്ത എൻട്രി എന്താണുള്ളത്? ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന എൻട്രി. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ ടു ക്യാഷ് 1,50,000 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. ടു ക്യാഷ് എഴുതുന്നു. ഈ രണ്ട് എൻട്രീസ് മാത്രമേ ഇവിടെ എഴുതൂ. പിന്നെ ബാലൻസിങ് ഫിഗർ ആണ്. ടു ബാലൻസ് എഴുതുക. ഇപ്പുറത്തെ ഭാഗത്ത് എത്രയാണ്? 2,80,500 പ്ലസ് 14,025 ഇസ് ഈക്വൽ ടു 2,94,525 എന്നുള്ള ഫിഗറിൽ നിന്നും 1.5 ലക്ഷം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,44,525 എന്നുള്ള ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഇത് അപ്പുറത്തേക്ക് അടുത്ത വർഷത്തെ 2018 എന്നുള്ള ഡേറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിടുന്നു. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബൈ ഇൻട്രസ്റ്റ് 5,475 എന്നുള്ള ഇൻട്രസ്റ്റ് എഴുതുന്നു. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ എന്നുള്ളതാണ് ജേണൽ എൻട്രി. ബൈ ഇൻട്രസ്റ്റ് എഴുതുന്നു. അതിനുശേഷം ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ ടു ക്യാഷ് എത്രയാണ്? 1,50,000 എഴുതുന്നു. ഇത് എഴുതുന്നത് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഭാഗത്ത് 1,50,000 ആണുള്ളത്. ഇപ്പുറത്തെ ഭാഗത്ത് ആഡ് ചെയ്യും. ഇത് രണ്ടും ആഡ് ചെയ്താൽ 1,50,000 കിട്ടും. അതോടെ നിൽ ബാലൻസ് ആവും. അവസാനത്തെ എൻട്രിയോടുകൂടി തേർഡ് ഇയറിലെ എൻട്രിയോടുകൂടി 1,50,000 എന്നുള്ളത് നിൽ ബാലൻസ് ക്ലോസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസറിൻ്റെ ബുക്സിൽ എഴുതുന്നത് ഹയർ വെൻഡറുടെ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇൻ ദ ബോത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ഹയർ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ഹയർ പർച്ചേസറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും എങ്ങനെയാണ് ലെഡ്ജറൈസ് ചെയ്യുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റിങ്ങും പഠിച്ചു കഴിഞ്ഞു.